ഹായ് ഗായ്സ്, ഇന്നൊരു സാരി ലുക്കിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു ട്രാൻസിഷൻ റീല് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഇതിൽ സാരി ലുക്കിലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് എനിക്ക് ഒരുങ്ങുന്ന വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ണ് ഞാൻ ആദ്യം ഒന്ന് സ്മോക്കി ഐസ് ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്ലഷും കൺസീലറൊക്കെ ഒപ്പമാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം ഇട്ടിട്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ക്രീം ഇട്ടുണ്ടായിരുന്നു, ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണ് ഞാൻ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, മുകളിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് എപ്പോഴും ഞാൻ ലാസ്റ്റ് ആണ് ഇടാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൻ്റെ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. ഈ ഒരു സാരി അഞ്ചുവേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അതിന് ഞാനിത് ഈ ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ മാല നമ്മൾ ഇടുന്നില്ല, അപ്പോൾ ഹെവി ആയിട്ട് കമ്മൽ കിടന്നോട്ടെന്ന് വിചാരിച്ചു. പിന്നെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ഗ്ലോസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ടാൻ ടോപ്പാണ് കേട്ടോ ഞാൻ ബ്ലൗസായിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ബ്ലൗസൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മുചേച്ചി എനിക്ക് മുടിയൊക്കെ ഒന്ന് ഫ്രണ്ട് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.